പഴയ ആക്ടർ പ്രേം നസീർ സാറിനെ കാരണം അദ്ദേഹത്തെ പറ്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. കൂടുതലും അദ്ദേഹമൊക്കെ ഉള്ള ഒരു കാലത്തായിരുന്നു സിനിമ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്കില് പാർവതി ചെയ്ത ക്യാരക്ടർ അതെ 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 ആ ഒരു ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നതും അത് നമുക്ക് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺവേ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉദ്ദേശിക്കുന്ന കൺവേ എന്നുള്ളത് അഭിനയിച്ച് കാണിക്കാൻ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടർ. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് മിഡിൽ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഒരു ഫാമിലി കോമഡി. അത് തീർന്നപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. എനിക്ക് മണിരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കാരണം സാറിൻ്റെ സിനിമയിലെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിലെ ഹീറോയിൻസിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ തന്നെ തള്ളണം. നമ്മൾ തള്ളാതെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോവില്ല. रात को जब चांद चमके जल उड़े तन मेरा मैं कहूँ मत करो चंदा इस गली का फेरा. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ക്ലീശ അല്ല, ഞാൻ ആ ക്ലീശ ചോദ്യം ചോദിക്കുന്നില്ല. ഇപ്പം എല്ലാവരും വന്നിരുന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത് ഒരു ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ ആരായിരിക്കും. അത് ഞാൻ ചോദിക്കുന്നില്ല. നമുക്ക് ഒത്തിരി ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ബഹുമാനിക്കുന്ന ഒത്തിരി നടനോ നടിയോ ആരോ ഏതൊരു ജെൻഡറിലുള്ള ആക്ടർ ആയാലും. ഇനി എനിക്ക് അങ്ങനെ ഒരു ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം. പിന്നെ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ വലുത് ബിഗ് ഓർ സ്മോൾ അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പം അങ്ങനെ ഒരാളുടെ കൂടെ എനിക്ക് സ്ക്രീൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതാരായിരിക്കും? അല്ലെങ്കിൽ ഇപ്പം മരിച്ചു പോയ നമ്മുടെ ഒത്തിരി ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും പറയാം. അങ്ങനെ പറയുവാണെങ്കിൽ പഴയ ആക്ടർ പ്രേം നസീർ സാറിനെ. കാരണം അദ്ദേഹത്തെ പറ്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. കൂടുതലും അത് തന്നെയെന്നല്ല, ഒന്നും മോശമായിട്ടൊന്നും അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ല. അത്രയും ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടർ. ഇപ്പം വീട്ടിലൊക്കെ മമ്മിയൊക്കെ പ്രേം നസീർ സാറിൻ്റെ ഫാനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹമൊക്കെ ഉള്ള ഒരു കാലത്തായിരുന്നു സിനിമ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ സത്യൻ സാറൊക്കെ ഈ പറയുന്ന പോലെ സെറ്റിൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണണം, ഒരേപോലത്തെ ഫുഡ് കൊടുക്കണം, ആ രീതിയൊക്കെ വേണമെന്ന് അതുപോലത്തെ ഉള്ള ചിട്ടകളൊക്കെ കൊണ്ടുവന്ന ഒരു ആക്ടറാണ്. കാണുമ്പം ഒരു അധികം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊക്കെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇപ്പം ജീവിച്ചിരിപ്പുള്ള ആൾക്കാരിലാണെങ്കിൽ അത് എല്ലാവരും ഉണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, ഇവരെല്ലാവരും ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കണം എന്ന് ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സീനെങ്കിലും ചെയ്യാൻ പറ്റണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ലാലേട്ടനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ട് സംസാരിക്കാനൊന്നും ഏതോ ഒരു സെറ്റിൽ വെച്ചിട്ട് കണ്ടു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോസൊക്കെ കയ്യിലുണ്ട്. ഇപ്പം മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആണെങ്കിലും കയ്യിലുണ്ട്. പിന്നെ ജഗദീഷ് ശ്രീകുമാർ സാറിൻ്റെ മോളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വിനയപുരം വിദ്യാധരൻ എന്ന് പറഞ്ഞ സിനിമയിൽ. അതൊരു മുഴുനീള ക്യാരക്ടറായിരുന്നു. എല്ലാം ഞാൻ സൂക്ഷിച്ച് ഒരു എന്താ പറയുക ആൽബമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ മൂവീസിൽ എനിക്ക് ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിലും അടിപൊളിയായേനെ, എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? എനിക്ക് അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാവുമെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ ക്യാരക്ടേഴ്സും അങ്ങനെ നോക്കുവാണെങ്കിൽ ഉള്ളൊഴുക്കിൽ പാർവതി ചെയ്ത ക്യാരക്ടർ അതെ 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 ആ ഒരു ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നതും അത് നമുക്ക് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺവേ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉദ്ദേശിക്കുന്ന കൺവേ എന്നുള്ളത് അഭിനയിച്ച് കാണിക്കാൻ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടർ അത് വളരെ രസകരമായിട്ട്. അതുപോലെ തന്നെ ഉർവശി മാമും രണ്ടുപേരും ഒരേപോലെ തന്നെ നിന്ന് നമുക്ക് ആരാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടുപേരും ബെസ്റ്റാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇമോഷണലി ഒക്കെ പെട്ടെന്ന് അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. ഇനി അടുത്തൊരു മൂവി വരുമ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് ഇപ്പം പറഞ്ഞ അല്ലാണ്ട് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു
മിസ്റ്ററി കൈൻഡ് ഓഫ് മൂവിയുടെയൊക്കെ ഒരു ഭാഗമാണ് ഒരു അഞ്ചാം പാതിരയൊക്കെ ആ അഞ്ചാം പാതിര കൈൻഡ് ഓഫ് മൂവിയുടെയൊക്കെ ഒരു ഭാഗമാണ് ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒക്കെ ഒരു അങ്ങനത്തെയൊക്കെ ഒരു എന്താ പറയുക കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആങ്കറിങ്ങും ആക്ടിങ്ങും മോഡലിങ്ങും ഇതൊന്നും അല്ലാണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ ഹോബീസൊക്കെ എന്തായിരിക്കും? ഞാൻ ആക്ച്വലി എനിക്ക് കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ഇഷ്ടമാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാറൊക്കെ ഉണ്ട്. അത് ചെയ്യും. പിന്നെ ഈ പറയുന്ന പോലെ അതനുസരിച്ച് വർക്ക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ പറയുന്ന പോലെ സിനിമകൾ ഇഷ്ടം പോലെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. നെറ്റ്ഫ്ലിക്സ് എടുത്ത് സിനിമ കാണലാണ് ഒരു പരിപാടി. അപ്പോൾ ഈ പറയുന്ന പോലെ എന്താ സീരീസ് ഇഷ്ടപ്പെട്ട കുറേ സീരീസൊക്കെ ഉണ്ടാവും. ചില സിനിമ തീരുമ്പോൾ സങ്കടം വരും. അപ്പോൾ ചില സിനിമകൾ ഞാൻ കുറച്ച് നിർത്തി സീരീസ് കാണുന്ന പോലെ ഇരുന്ന് കാണും. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസാണിത് മിഡിൽ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഒരു ഫാമിലി കോമഡി. അത് തീർന്നപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ എത്ര എപ്പിസോഡ്സും സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണുന്നതിൽ യാതൊരു മടുപ്പില്ല. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ കാണും. പിന്നെ ഈ പറയുന്ന പോലെ പാട്ട് കേട്ടിരിക്കുക, ചുമ്മാ ഡാൻസ് കണ്ട് കൂടെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഡാൻസും പാട്ടൊക്കെ ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. കലാഭവനിൽ പോയിട്ടാണ് പഠിച്ചത്. പാട്ടും പഠിച്ചിട്ടുണ്ട്. പാട്ടും പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി പാടാം. ആദ്യമായിട്ട് എൻ്റെ ഒരു ഗസ്റ്റ് ആദ്യമേ സമ്മതിക്കുന്നത്. എന്നൊരു പാട്ട് കേൾക്കണം. ഓക്കെ. പിയാ തോ സേ നൈനാ ലാഗേ രേ जाने क्या हो अब आगे रे रात को जब चांद चमके जल उठे तन मेरा मैं कहूँ मत करो चंदा इस गली का फेरा आना मोरा सैया जब आए चमकना उस रात को जब मिलेंगे तन मन पिया तो से नैना लागे रे जाने क्या हो अब आगे रे नैना लागे रे पिया तो से. അടിപൊളി. पिया तो से. ഇത് മലയാളം പാട്ട് കൂടെ വേണോ? അയ്യോ, ക്യാമറാമാൻ്റെ ഒരു മലയാളം പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ വോയിസ്. അയ്യോ, വേറെ പാട്ട് ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളേ അസർമുല്ല പോലുള്ള പെണ്ണേ മുഹബത്തിനിണയായ കണ്ണേ സുന്ദരമാരൻ പുതുമണിമാരൻ അരങ്ങിന്നരങ്ങായ മാരനോ അരികിൽ വരവായി ബീവി കാണാൻ വരവായി ബീവി ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളേ അസർമുല്ല പോലുള്ള പെണ്ണേ മുഹബത്തിനിണയായ കണ്ണേ. അടിപൊളി. ഈ പാട്ടൊക്കെ ഇരുന്നിവിടെ കേൾക്കണം. എൻ്റെ വായിന്ന് തോന്നുന്നു പോകുന്നില്ല. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് പാടിയതിന് താങ്ക് യു സോ മച്ച്. സോ ഇനി എന്താ ചോദിക്കാം, ഇനി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡയറക്ടർ. എനിക്ക് ഈ ഒരു ഡയറക്ടറിൻ്റെ വർക്ക് ചെയ്താൽ കൊള്ളാൻ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് മണിരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കാരണം സാറിൻ്റെ സിനിമയിലെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. അതിലെ ഹീറോയിൻസിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ സോങ്സ് ഒക്കെ ആയിക്കോട്ടെ, നല്ല പാട്ടുകളും ആ ഫ്രെയിംസിൽ കാണുമ്പം ഭയങ്കര രസമാണ്. അപ്പം സാറിൻ്റെ കൂടെ അഭിനയിക്കണം, സാറിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ പറയുന്ന പോലെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യണം തന്നെയാണ്. ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം ഡിഫറെൻറ്റ് തീംസാണ്. ഇപ്പം ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസിലൊക്കെ ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ദിലീഷ് പോത്തൻ സർ അല്ലെങ്കിൽ ശ്യാം പുഷ്കരൻ അവരുടെയൊക്കെ സിനിമ എന്ന് പറയുന്ന അവരുടെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമാണ്. അങ്ങനത്തെയൊക്കെ ഒരു ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഓക്കെ.
ഇനിയിപ്പം ഭാവിയിൽ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതുക അല്ലെങ്കിൽ ഡയറക്ഷൻ അതിലോട്ടൊക്കെ എഴുതാൻ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ചില പറഞ്ഞില്ലേ പോസിബിലിറ്റീസ് ഉണ്ട്, ആഗ്രഹമുണ്ട് എനിക്ക്. ചെറിയ ചെറിയ രീതിയിൽ ഞാനിപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതി, പക്ഷെ അത് ചെയ്യാൻ വേണ്ടി എഴുതിയെന്ന് ഒരു സംഭവമല്ല, അതൊരു ഷോർട്ട് ഫിലിമായിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. ഞാനും എനിക്ക് ഫീമെയിൽ ഡയറക്ടേഴ്സ് കുറച്ച് കൂടുതൽ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഫെമിനിസം പറയുന്നതല്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ ഫീൽഡിലും വേണം. നമ്മൾ ഈക്വാലിറ്റി വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യാന്നുള്ളൊരു കാര്യം, അതൊരു അങ്ങനെ മാറണം. എല്ലാവരും ആ രീതിയിൽ ചിന്തിച്ചോ. ഇപ്പം എല്ലാവരും ഈ പറയുന്ന പോലെ രണ്ടുപേരും ഈക്വൽ ആണ്, രണ്ടുപേർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കുറെ ഇപ്പോഴും വേണ്ട, സ്ത്രീകൾ പലപ്പോഴും മുന്നോട്ട് വരാൻ ഇപ്പോഴും മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും മുന്നോട്ട് വരട്ടെ. കാരണം കഴിവുകളെല്ലാം ഒളിപ്പിച്ച് വീട്ടിന്റെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ഞാൻ ക്യാമറ കുറച്ച് നാള് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ചാനലിൽ. പക്ഷെ എനിക്കത് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. നമുക്ക് കിട്ടുന്ന ഒരു കളിയാക്കലും കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പം നമ്മളെടുത്ത ഇത് ഇല്ലാതാവോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരുപാട് പെൺകുട്ടികളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഈ കളിയാക്കലുകൾ എന്ന് പറയുന്നത് നമുക്ക് മരണം വരെ കൂടെ ഉണ്ടാവും. അതൊന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ലോകത്ത് ആരും നമ്മളെ പുഷ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ തന്നെ തള്ളണം. നമ്മൾ തള്ളാതെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോവില്ല. ഈ കളിയാക്കൽ ഉണ്ടാകും. ചിലപ്പോൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം മാക്സിമം കാര്യങ്ങൾ ചെയ്ത് സന്തോഷം നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുവരാന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളാണ്, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മളാണ് അനുഭവിക്കേണ്ടത്. അത് ഒത്തിരി സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്പോർട്സിൽ സ്ത്രീകൾക്ക് അറിവ് കുറവാന്നുള്ളൊരു കുറെ ട്രോളുകൾ വരാറുണ്ട്. സ്പോർട്സിൽ മാത്രമല്ല, പൊളിറ്റിക്സ്, അതെ ഒത്തിരി കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഞാനൊരിക്കലും ആണാണ് മുകളിൽ നിൽക്കുന്ന, പെൺകുട്ടി താഴെ, അങ്ങനെയല്ല. രണ്ടുപേരും ഈക്വലായിട്ട് നിൽക്കുക. അത് നമ്മൾ ആക്ച്വലി തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. വീട്ടിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ റിമാക്ക് അല്ലെങ്കിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വീട്ടിൽ പൊരിച്ച മീൻ്റെ ഒക്കെ ആണുങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും പൊരിച്ച മീൻ്റെ കാര്യമൊക്കെയാണോ? പക്ഷെ അത് പൊരിച്ച മീൻ്റെ കാര്യമല്ല ആക്ച്വലി പറയുന്നത്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സ്പേസ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ വളർന്നു വരുന്ന പുരുഷന്മാർക്കും അവരുടെ ലൈഫിലേക്ക് വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളായിക്കോട്ടെ, അവർക്കെല്ലാം ഒരു ഈക്വൽ സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് തോന്നും. റെസ്പെക്ട് എന്ന് പറയുന്നതും രണ്ടുപേർക്കും ഈക്വലി വേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഇപ്പം എല്ലാവരും അങ്ങനെ ഒരു ഏറ്റക്കുറവ് കാണുന്നവർ ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഈ ഇൻസ്റ്റയൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പം ഇൻസ്റ്റയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പുരുഷന്മാരുണ്ട്. വീട്ടിൽ നിന്ന് അത് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലുള്ള ഒരു സീൻ ഉണ്ടല്ലോ, വെള്ളം എടുത്തോണ്ട് വരാൻ മോളോട് പറയുന്ന ഒരു സീൻ ഉണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിൽ നീസ് ഉണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെ അവളുടെ പ്ലേറ്റ് അവൾ കഴുകി വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിലും എല്ലാവരും അതുപോലെ തന്നെ. ഇപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത് വേറെ, നമുക്ക് വയ്യാതിരിക്കുമ്പോൾ നമുക്ക് കൊണ്ടു തരുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ പേരൻസ് തന്നെ നമുക്ക് കുഞ്ഞിലെ അങ്ങ് ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുമ്പോഴും അവർ നമുക്ക് ചുറ്റുള്ള എല്ലാ പെൺകുട്ടികളെന്ന് മാത്രമല്ല, ആൺകുട്ടികളാണെങ്കിൽ പോലും പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യണം, ആൺകുട്ടികളെ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യണം. ഈക്വൽ റെസ്പെക്ട് എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുവരണം. അതുപോലെ സ്കൂളിലും ആ രീതിയിലുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഈ പറയുന്ന പോലെ പാരന്റിങ്ങിലും ഒരു ക്ലാസ് കൊടുക്കുക, അതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം എന്താ പറയുക, ആവശ്യമുള്ള ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വേണം. പേരൻസിനെ കൊണ്ടുവന്നിട്ട് കുറെ പിള്ളേർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് പഠിക്കാനായിട്ട്. ഈ പറയുന്ന പോലെ ഈ ചില പേരൻസിന് ഡിപ്രഷൻ എന്താണെന്നറിയില്ല, എങ്ങനെയാണ് അതിനെ ഒന്ന്, ഡിപ്രഷൻ എന്താ, അത് ചുമ്മാ അവർക്ക് വെറുതെ തോന്നുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ. കാരണം അവരുടെ പ്രായത്തിൽ ഇപ്പോഴാണ് ഈ വാക്കൊക്കെ ആളുകൾ കൂടുതൽ കേട്ടു തുടങ്ങുന്നത്. അപ്പം ഒരുപക്ഷെ ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ ഒരു തലമുറയാണെങ്കിൽ നമുക്കൊക്കെ നാളെ ഒരു ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. അതുപോലെ ഒരു അവയർനെസ് ക്ലാസ് സ്കൂളിൽ കൊണ്ടുവന്നാൽ
അടിപൊളിയായിരിക്കും. യെസ്, ഞാനത് പെട്ടെന്ന് എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വന്നത്. എനിക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അമ്മ കണ്ട അമ്മയ്ക്ക് ദേഷ്യം വരും. കാരണം അമ്മ ഇതൊന്നും പുറത്ത് പറയരുത്, നമുക്ക് മാനസിക പ്രശ്നമാണെന്ന് നാട്ടുകാരെടുക്കും എന്നുള്ളൊരു പേടി. സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ വട്ടുണ്ട്, പോരുത്, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് നാളെ കല്യാണാലോചന വരുന്നതാണ്, നിനക്ക് വട്ടാണ്. അതാണ് മെയിൻ പോയിന്റ്. അപ്പൊ എനിക്ക് ഡിപ്രഷൻ വന്ന ടൈമിൽ ഞാനിങ്ങനെ വീട്ടിൽ പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് അവർക്കെന്താ ഇത് വലിയ കാര്യമല്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് അതെ തീർച്ചയായിട്ടും, കാരണം അവർക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് പാനിക് അറ്റാക്ക് വന്ന ഒരു ടൈമില് ഇത് സംതിങ് സീരിയസ് ആണ് എന്നുള്ളൊരു കാര്യം വീട്ടിൽ മനസ്സിലായി തുടങ്ങി. പിന്നെ ഞാൻ തന്നെ ഇത് എന്തിങ്ങനെ സംസാരിച്ച് ഇത് ഇത്ര സീരിയസ് ആണ്, ഇത് കുറച്ച് കെയർ കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഓക്കെ ആണ്, അവർക്ക് ഏതാണ്ട് അതിന്റെ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലായി തുടങ്ങി. പക്ഷെ പുറത്ത് പറയാൻ സമ്മതിക്കില്ല. ഇത് പറഞ്ഞ അമ്മ എന്നെ വിളിക്കും, നീ എന്തിനാ വിളിച്ച് ക്യാമറ കൂടെ പറയുന്നത്. നമ്മളിപ്പം പേരൻസിനോട് ഒരു പരിധി വരെ പറയാൻ പറ്റും. ഇപ്പൊ പേരൻസിനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരു വഴി നമ്മളായിട്ട് ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഏതെങ്കിലും ഒരു ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈക്കോളജിസ്റ്റോട് പറയണ്ട, അങ്ങ് പോവാ സംസാരിക്കുക. അതിലൊരു തെറ്റില്ല. ഇപ്പോഴും അതൊക്കെ ഒരു കുറച്ചിലായിട്ട് കാണുന്ന, കുറച്ചിലല്ല അതൊരു നാണക്കേടായിട്ട് കാണുന്ന ആൾക്കാർ. മെയിനായിട്ട് കല്യാണം എന്നുള്ളൊരു അതെ അതെ അതെ, അതൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. മാറുമായിരിക്കും, നമുക്ക് മാറും തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാവരും ഒരുപാട് ചിന്താഗതികളിലൊക്കെ മാറ്റം വന്നു. അപ്പം നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തുള്ളത് പോലെ അല്ല ഇപ്പോൾ, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോൾ ഉള്ള ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കയ്യിൽ ഫോണാണ്. അവർക്ക് നമ്മൾ ഒന്നും, ഇപ്പം എൻ്റെ നീസിനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമുക്കതൊന്നും അറിയില്ലാത്ത സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ പേരൻസ് പറഞ്ഞു തരുന്നിരുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവർ ചെയ്യും. അതെ, ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ അവർക്ക് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുള്ളൂ, എങ്ങനെ അത് നല്ല രീതിക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു കാര്യമുള്ളൂ. ബാക്കിയൊക്കെ അവർ പഠിച്ചെടുത്തോളും. അതെ അതെ അതെ, പഠിച്ചെടുത്തോളും. യെസ്, അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആട് 3യുടെ ഒരു സക്സസ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. എന്താണ് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്? ഞാൻ അവിടെ നോക്കി പറയണോ? എവിടെ നോക്കിയാണോ? ഓക്കെ ഓക്കെ, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആട് സിനിമ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മിഥുൻ ചേട്ടൻ വളരെ വ്യത്യസ്തമായിട്ടൊരു തീം വെച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പം തേർഡ് പാർട്ട് ഇതിലും ഗംഭീരമാവുന്നതാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ, ആരും OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഒരു ഫൺ വേൾഡിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയാണ്. അതെ, സെക്കൻഡിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ ഇത് കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. 4th ഉടനെ പ്രതീക്ഷിക്കാവോ? പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം എൻഡോട് കൂടിയൊക്കെയാണെന്നാണ് കേട്ടത്. റിലീസ് ചെയ്യുന്നത് അല്ലല്ല, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മിക്കപ്പോഴും ഈ ആടിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് മഴ കാരണമൊക്കെ പലപ്പോഴും ഡിലേ ആവാറുണ്ട്. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ആട് 3യുടെ സമയത്ത് തന്നെ സെറ്റൊക്കെ ഇട്ടിട്ടും ഭയങ്കര മഴയുടെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയതാ. അപ്പോൾ മഴയൊക്കെ വന്ന് ഒതുങ്ങിയൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അറിയില്ല കറക്റ്റ് എക്സാക്റ്റ് ഒരു സമയം ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. ബോർ അടിപ്പിച്ചില്ല. ഓക്കെ, അടിപൊളിയായിരുന്നു. എന്തായാലും ഇനിയും ഇതുപോലെ അടിപൊളി സിനിമകളുടെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും കൂടുതൽ ഇന്റർവ്യൂസ് എനിക്ക് സൂര്യൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് യു ടു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.